ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ കാർഷിക കാലങ്ങൾ നമുക്ക് നോക്കാം. പി എസ് സിയുടെ സ്ഥിരമായിട്ടുള്ളൊരു ഏരിയയാണ് കാർഷിക കാലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വിളകൾ തന്നിട്ട് ഇതിൽ ഖാരിഫ് വിള ഏതാണ്, അല്ലെങ്കിൽ റാബി ഏതാണ്, അല്ലെങ്കിൽ വിളകൾ തന്നിട്ട് ഇതിൽ പെട്ടത് ഏതാണ്, പെടാത്തത് ഏതാണ്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ഓടിച്ച് ചെറിയൊരു വീഡിയോ ആണ് തീർക്കാം. അപ്പം കാർഷിക കാലങ്ങളെ പ്രധാനമായിട്ട് നമ്മൾ ഇന്ത്യയിൽ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയത്? ഖാരിഫ്, റാബി, സയ്ദ്. അങ്ങനെ മൂന്ന് കാലങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വിളകളായിട്ട് നമ്മൾ തിരിക്കും. ഖാരിഫ് വിളകൾ, റാബി അല്ലെങ്കിൽ സയ്ദ്, അങ്ങനെ മൂന്ന് വിളകളായിട്ട് തിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് എന്താണ് ഖാരിഫ് വിള എന്ന് നോക്കാം. അതായത് ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണിത് മൺസൂൺ വിളകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ശരത്കാല വിളകൾ എന്ന് വിളിക്കും. ഖാരിഫ് വിളകളുടെ മറ്റൊരു പേരെന്താണ്? മൺസൂൺ വിളകൾ അല്ലെങ്കിൽ ശരത്കാല വിളകൾ എന്ന് വിളിക്കും. അതുപോലെ ഇതിൻ്റെ വിളയിറക്കൽ കാലഘട്ടം ഏതാ നമുക്ക് നോക്കാം. അതായത് ജൂൺ മുതൽ ജൂലൈ മാസം വരെയാണ് ഇതിൻ്റെ വിളയിറക്കൽ കാലഘട്ടം. അതായത് മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഇതിൻ്റെ വിള ഇറക്കുന്നത്. അടുത്തത് ഇതിൻ്റെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലം എന്ന് പറയുക. അപ്പം ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളെന്ന് നമുക്ക് നോക്കാം. പരുത്തി, നിലക്കടല, ചണം, എള്ള്, അതേപോലെ നെല്ല്, കരിമ്പ്, ചോളം, റാഗി, ബജ്റ, ജോവർ, അതായത് സോയാബീൻ, മഞ്ഞൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ എന്ന് പറയുക. അടുത്തത് ഖാരിഫ് വിളയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു കോഡ്, പനിച്ച എനിക്ക് ചോറും ബജ്ജിയും. അതായത് എല്ലാത്തിൻ്റെയും ആദ്യ ലെറ്റർ ഉപയോഗിച്ചൊരു വാക്ക് എന്ത് ചെയ്യുക? പാ കൂട്ടി പരുത്തി, നിലക്കടല, അതേപോലെ ചണം, എള്ള്, നെല്ല്, കരിമ്പ്, ചോളം, റാഗി, ബജ്റ, ജോവർ. അതുകൂടാതെ രണ്ടെണ്ണോടെ കൊടുത്തിട്ടുള്ളതാണ് സോയാബീനും മഞ്ഞളും. അങ്ങനെ സാധാരണ ഇതുവരെ ചോദിച്ചിരുന്നില്ല, എന്നാലും സോയാബീനും മഞ്ഞളും ഏതാണ്? ഖാരിഫ് വിളകളാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ അതേപോലെ ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യത്തിൻ്റെ ഒരു രീതിയാണിത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൂണിൽ വിള ഇറക്കുകയും ഒക്ടോബർ അവസാനം വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന കാർഷിക കാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഖാരിഫ്. ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ ചോദ്യങ്ങൾ വരാം. അപ്പോൾ രണ്ടാമത് നോക്കി റാബി വിളകളാണ്. റാബി വിളകൾ അതിൻ്റെ കാർഷിക കാലം അല്ലെങ്കിൽ വിളയിറക്കൽ കാലം എന്ന് പറയുന്നതാണ് ഒക്ടോബർ ഡിസംബർ മാസം. അതായത് ശൈത്യകാല ആരംഭത്തിലാണ് ഇതിൻ്റെ വിളയിറക്കൽ എന്ന് പറയുക. അതേപോലെ വിളവെടുപ്പ് കാലമോ ഏപ്രിൽ മെയ് മാസത്തിലാണ്. അതായത് വേനലിൻ്റെ ആരംഭത്തിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലം. അപ്പം ഒക്ടോബർ അല്ലെങ്കിൽ ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുകയും വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്നതിന് പറഞ്ഞ പേരാണിത് റാബി വിളകൾ എന്ന് പറയും. അപ്പോൾ പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? ഗോതമ്പുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്, കടുക്, എള്ള്, മല്ലി, ജീരകം, പുകയില, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണെന്ത് റാബി വിളകൾ വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കോഡ് ഓർത്തിരിക്കുക. റാബി വിളകളുടെ കോഡ് ഏതാണ്? മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിക്കും എന്നെല്ലാവരും പറയുന്നൊരു കോഡാണ്. അതിൽ മഞ്ഞുകാലത്ത് എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലത്താണ് ഇതിൻ്റെ കൃഷി ഇറക്കുന്നത്, അല്ലേ? അപ്പോൾ മഞ്ഞുകാലത്തെ ആശ്രയിച്ച കൃഷി രീതി അത് ഉദ്ദേശിച്ചാണ് മഞ്ഞുകാലത്ത് എന്ന് നമ്മൾ വിചാരിക്കുക. അതേപോലെ ഗോപബാലിക പുകവലിക്കും എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരം ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, ബാർലി, അതിലെ കടുക്, പുകയില. ഇപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, റാബി വിളകളിൽ വരുന്നത്. അടുത്തത് സയ്ദ് വിളകൾ എന്ന് പറയും. എന്താണ് സയ്ദ് വിളകൾ എന്ന് പറഞ്ഞാൽ? അതായത് വേനലിൻ്റെ ആരംഭത്തിൽ, മാർച്ചിൽ, അല്ലേ? വേനലിൻ്റെ ആരംഭത്തിൽ, അതേപോലെ ജൂൺ മാസം, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ. അപ്പം വിള ഇറക്കൽ വേനലിൻ്റെ ആരംഭത്തിലും അതേപോലെ വിളവെടുപ്പ് മൺസൂണിൻ്റെ ആരംഭത്തിലും, ഇങ്ങനത്തെ കൃഷി രീതിക്ക് പറഞ്ഞ പേരാണിത് സയ്ദ് വിളകൾ എന്ന് പറയുക. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, തണ്ണിമത്തൻ, വെള്ളരിക്ക, പാവയ്ക്ക, മത്തങ്ങ, അല്ലേ? ഇതൊക്കെയാണിത് പ്രധാനപ്പെട്ട സയ്ദ് വിളകൾ എന്ന് പറയുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. അതായത് ഗോതമ്പിൻ്റെ കൃഷി രീതി, അതേപോലെ നെല്ലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്, അല്ലേ? നെല്ലൊരു പ്രധാന ഖാരിഫ് വിളയാണ്. ഇതിലൊന്ന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ഇത് നെല്ലിന് ആവശ്യമായ താപനില എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസ് ആണ് നെല്ലിന് ആവശ്യമായ താപനില. അതേപോലെ മഴയാണെങ്കിലോ 150
സെൻറ്റിമീറ്റർ മഴയാണ് നെല്ലിന് ഏറ്റവും ഉത്തമം എന്ന് പറയുക. ചോളത്തിനാണെങ്കിൽ 75 സെൻറ്റിമീറ്റർ മഴ. അതേപോലെ ഗോതമ്പിനാണെങ്കിൽ 40 മുതൽ 75 സെൻറ്റിമീറ്റർ മഴയാണ് ഗോതമ്പിന് ഏറ്റവും ഉത്തമം എന്ന് പറയുക. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിളകളെന്ന് പറയുക. അതൊക്കെയാണ് ഖാരിഫ്, റാബി, സെയ്ദ് വിളകൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു. ഓക്കെ, താങ്ക് യു.